ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനും കളി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ഒരു വർഷത്തിനുള്ളിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സൈനിക ഭൂപ്രകൃതി ആശങ്കാജനകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ ആശങ്കകൾ ഇപ്പോൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ റാഡിക്കൽ ഇസ്ലാമിക് ആർമി രൂപീകരിക്കുകയാണ് ഇരു രാജ്യങ്ങളും കൂടെ ഇന്ത്യയെ തകർക്കാനായിട്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ്, ഇടക്കാല സർക്കാരിൻ്റെ മുഹമ്മദ് യൂനിസ്, ഈ യൂനിസ് ഇസ്ലാമിക് റവല്യൂഷണറി ആർമി IRA രൂപീകരിക്കാനുള്ള ആദ്യ ഘട്ടം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശ് പൂർണ്ണ നിയന്ത്രണം നേടാനും ഇന്ത്യക്കെതിരെ ഒരു പുതിയ മുന്നണി തുറക്കാനുമുള്ള പാകിസ്ഥാൻ്റെ ISIയുടെ ഒരു പ്ലാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. എന്താണ് ഇസ്ലാമിക് റവല്യൂഷണറി ആർമി? ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ആസിഫ് മഹ്മൂദ് ഷോജിബ് ഭൂയാൻ ഒക്ടോബർ 20 സോഷ്യൽ മീഡിയയിൽ 8850 യുവാക്കളെ രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിലായി റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ യുവാക്കൾക്ക് ആയോധന കലകൾ, ആയുധ പരിശീലനം, തായ്ക്വാൻഡോ, ജൂഡോ എന്നിവ പഠിപ്പിക്കും. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ മാതൃകയിൽ രൂപപ്പെടുത്തിയ വളരെ തീവ്രമായ സൈന്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ IRA. നിലവിലെ ബംഗ്ലാദേശ് സൈന്യത്തെ മാറ്റി രാജ്യത്തെ ഒരു റാഡിക്കൽ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇറാനിലെ പോലെ സദാചാര പോലീസിംഗും ഈ സൈന്യത്തിന് ഉപയോഗിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമിയും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. വിശകലന വിദഗ്ധരാണ് ഇത് പറയുന്നത്. യൂനിസ് സർക്കാർ വെറും ഒരു മുഖംമൂടി മാത്രമാണെന്നും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള ISIയും തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ മുഴുവൻ കളിയും കളിക്കുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ വിശകലന വിദഗ്ധരുടെയും ഇന്ത്യയുടെയും നിലപാടെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.